നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ഇന്ന് നമ്മൾ ഏറ്റവും വിശിഷ്ടമായ ഒരു ശ്രീകൃഷ്ണ മന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഏകാദശികളിൽ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ വിശിഷ്ടമാണ്. ഏകാദശി മാത്രമല്ല, ഭഗവാന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളായ ബുധൻ, വ്യാഴം, അതുപോലെ എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകതയുള്ളത്, ഈ മന്ത്രം നമ്മൾ ഭൗതിക ജീവിതത്തിൽ എപ്പോഴും പലതരം പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും ധനപരമായിട്ട് കടം ബാധ്യത, അതുപോലെ തന്നെ ധനം വന്നാൽ നിലനിൽക്കാതിരിക്കുക, അതുപോലെ ബിസിനസ്സിൽ നമുക്ക് പരാജയങ്ങൾ വരിക, ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരാതിരിക്കാൻ നമുക്ക് ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ജപിക്കാൻ പറ്റുന്നു. കാരണം ധനത്തിൻ്റെ അധിപതി ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാലേ ലക്ഷ്മി ദേവി നമ്മളെ കടാക്ഷിക്കുകയുള്ളൂ. വെങ്കടാചലപതി അനുഗ്രഹിച്ചാലേ മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാന്റെ പ്രീതി നേടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഞാൻ ഒരുപാട് വലിച്ചു നിൽക്കുന്നില്ല, മന്ത്രത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ആറ്റുകാലമ്മ ജ്യോതിഷം ഈ ചാനലിലേക്ക്, നമ്മുടെ ഈ ചാനലിലേക്ക്, കാരണം അങ്ങനെ പറയാൻ കാരണം എന്നും ഈ ചാനലിന് ഞാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ സബ്സ്ക്രിപ്ഷൻ, ലൈക്ക് എന്താണെന്ന് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് എൻ്റെ എന്നല്ല നമ്മുടെ വിജയവും. കൂടുതൽ നല്ല മന്ത്രങ്ങളും നല്ല അറിവും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. അതിനെന്നും പ്രപഞ്ചശക്തിയായ ആ പരബ്രഹ്മമായ രാധാകൃഷ്ണ പരമാത്മാവിൻ്റെ നാമത്തിൽ എന്നും നിങ്ങളോട് എനിക്ക് നന്ദിയും കടപ്പാടുകൊണ്ട് എന്നും എൻ്റെ പ്രാർത്ഥനകളിൽ, മെഡിറ്റേഷനിൽ നിങ്ങൾക്കും വേണ്ടി ഞാൻ എൻ്റെ ധ്യാനത്തിൽ പ്രാർത്ഥിക്കും ഭഗവാനോട്. ഞാൻ ഈ പറയുന്ന മന്ത്രം ഇങ്ങനെയാണ്: ധനം ദേഹി കൃപാലയേ, ലക്ഷ്മീ ദേവി കൃപാലയേ, ഹ്രീം ശക്തി ശ്രീം ശക്തി, രക്ഷ രക്ഷ കൃപാലയേ, ദാരിദ്ര്യ ദുഃഖശമനേ, പരമാർത്ഥരൂപി ശ്രീം നമഃ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം ഇതിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്ന രീതിയിൽ റൈറ്റിംഗ് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളത് എഴുതിയെടുത്ത് നിത്യജീവിതത്തിൽ ഉപാസനയായിട്ട് മാറ്റുക. നിങ്ങളുടെ ദാരിദ്ര്യ ദുഃഖത്തിലും ധനത്തിലും സമ്പത്തിലും പ്രതിസന്ധികളിലും ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അതായത് ഗുരുവായൂർ ഏകാദശിക്കും വൈകുണ്ഠ ഏകാദശിക്കും അതുപോലെ തന്നെ വിശിഷ്ടമായ ഏകാദശി ദിനങ്ങളിലെല്ലാം ഈ മന്ത്രം കുറഞ്ഞത് 9 രൂപങ്ങളിൽ ജപിക്കുന്ന ഏറ്റവും വിശിഷ്ടമാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ മന്ത്രം ബൈഹാർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധവൃത്തിയോടെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അതായത് ഒരു ജോലിക്ക് പോവുകയാണ്, ഒരു എന്തെങ്കിലും പ്രധാന പ്രശ്നം നേടാൻ വേണ്ടി പോവുകയാണ്, അവിടെ നമ്മൾ മനസ്സിൽ ജപിച്ചാൽ നമ്മുടെ മേലധികാരികൾ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഉന്നതിയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. ധാർമ്മികമായ എന്ത് കാര്യത്തിനും ഭഗവാനെ ആശ്രയിച്ചാൽ ഈ മന്ത്രം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. തീർച്ചയായിട്ടും ഗുരുവായൂർ ഏകാദശി പ്രമാണിച്ച് നിങ്ങൾക്ക് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പിന്നെ ഒരു സംശയത്തിനും കൂടെ ഉത്തരം പറയാം. ജപിക്കുന്ന എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, ഇത് ഗുരു ഉപദേശം വേണ്ടേ എന്ന്. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്നാണ്. ഭഗവാനേക്കാൾ വലിയ ഗുരുവില്ല. ഭഗവാനെ ഗുരുവായി ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ജപിക്കൂ. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ ജപത്തിലും പ്രാർത്ഥനയിലും എന്നും, കാരണം എന്നെക്കൊണ്ട് എല്ലാം ജയിക്കുന്ന ഭഗവാനാണെന്നുള്ളൊരു ചിന്തയിലും ധാരണയിലും ഭഗവാൻ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെയും അങ്ങനെ തന്നെ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ. ഹരേ കൃഷ്ണ.